കുഞ്ഞാരിമാമനോട് കയ്യില് തരാൻ പറഞ്ഞതാ. കുഞ്ഞാരിമാമൻ വായിൽ വെച്ചിട്ടാണ്. ചൂടെന്താ? അടിപൊളി അടിപൊളി. ഇതിലത്തെ ചിക്കൻ മറച്ചു കൂടി കൈപൊളി. ഇതിലത്തെ ഹലോ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വൈകുന്നേരത്തെ ഒരു ചെറിയ റൂട്ടീനായിട്ടാണ് നിങ്ങൾ എടുത്ത് കാണിക്കണേ. റൂട്ടീനൊന്നല്ല, നമ്മുടെ കുഞ്ഞാരിമാമൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഞ്ഞാരിമാമൻ ചിക്കൻ വെക്കാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കുറച്ച് ബിസി ആയിരിക്കും. കുഞ്ഞാരിമാമൻ ഇവിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇന്ന് ഫുള്ള് കുഞ്ഞാരിമാമനാട്ടാ. അതിന്റെ ഇടയിൽ അല്ലറ ചില്ലറ കുറച്ച് ഞാൻ സഹായിക്കാൻ പോകും. അപ്പൊ ഞങ്ങളുടെ നൈറ്റിലെ ഫുഡ് ചിക്കനാണ്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. വേഗം വരും. അപ്പൊ ദേ കുഞ്ഞാരിമാമൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ തൊലി കളയാൻ കുഞ്ഞാരിമാമന് ഇഷ്ടമില്ല. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കഴുകിയിട്ടുണ്ട്. ഇഞ്ചി അവൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ശരിയാക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വെളുത്തുള്ളി കറക്റ്റ് ചെയ്യാൻ പോവാം. ദേ അപ്പുകുട്ടന് മാവിടെ ഉണ്ട് കേട്ടാ. ഇന്ന് കുടുംബ സമയത്താണ് കുക്കിംഗ് കേട്ടാ. അപ്പൊ നമുക്ക് വെളുത്തുള്ളി തൊലി കളയാം. ഇത് ഒരു ഇത്തിരി വലിയ ടാസ്ക് കേട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനാണ് കറി വെക്കുന്നുണ്ടെങ്കിൽ ഞാനതൊന്നും കളയില്ല. ഇതൊക്കെ ടേസ്റ്റ് ആണ്, തൊലി ടേസ്റ്റ് ആണ്. നമ്മള് മിക്സിലിട്ട് അടിക്കലേ ഉള്ളൂ. അത് കാണാട്ടാ. അപ്പൊ എന്തായാലും തൊലി കളയട്ടെ. തൊലി കളയാനും നിങ്ങൾ കാണിച്ചു തരണ്ടല്ലോ. എന്നാലും ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ഇതാക്കി കാണിച്ചു തരാം. അതിന്റെ ഇടയിൽ എന്റെ അരി തിളച്ചു പോയി. അരി കുക്കറിൽ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ഇവിടെ തൊലി വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞാരിമാമൻ പറഞ്ഞ തൊലി കളയണ്ടാകും. കുരുമുളക് പൊടി തക്കാളി സവള ഇത് മാത്രം പേസ്റ്റ്. ഇത് പച്ചമുളക് കഴുകണ്ട. വെള്ളം ഒഴിക്കണം. മാവെടുക്കണ്ട. ഇങ്ങോട്ട് ചേച്ചിരിക്കാണോ? ചിക്കൻ അപ്പോ മാമനെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ മാമൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ കുട്ടികൾ കേട്ടില്ലേ, കുട്ടികൾ അലമ്പെടുക്കണ്. അപ്പൊ ഞാൻ കുട്ടികളെ നോക്കാൻ വേണ്ടി പോണ്. കുട്ടികളെ നോക്കൂ. ഇനി ഫ്രെയിമില് നമ്മുടെ മാമൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടാ. അപ്പൊ ഇനി മാമന്റെ പാചകം കാണാം. പോരെ? എന്ന് എന്റെ പാചകമല്ലേ നിങ്ങൾ കാണുന്നത്, പാചകടിയും. ഇന്ന് മാമന്റെ പാചകം. പാചകടിക്കില്ല, പാചകം കാണാം. അതിന്റെ ഇടയിൽ പാചകം ഞാനായിട്ട് വരാം. ദാനാ അതൊക്കെ കൊണ്ട് മാറ്റി വെച്ച വീട് അല്ലെങ്കിൽ കുഞ്ഞാരിമാമ കുറച്ച് നാല് ഷെഫായിരുന്നു കേട്ടാ. അല്ലടാ കുഞ്ഞാരിമാമ, നമ്മള് ജഗതി മാമനല്ലായിരുന്ന ഷെഫ്. മാമന്റെ അടുത്ത് നീ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലേ? അവിടെ നിന്നാണ് കുഞ്ഞാരിമാമൻ കുക്കിംഗ് ഒക്കെ പഠിച്ചത്. അപ്പൊ കുഞ്ഞാരിമാമന്റെ കുക്കിംഗ് ആണിത്. അടിപൊളി കുക്കിംഗ്. അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കണം. പാചകക്കാരൻ തന്നെ അതും വൃത്തിയാക്കണം. വാവ കയ്യിതാവട്ടാ. ഇല്ലാന്ന്. അപ്പൊ മറുപടി വന്നു നടന്ന് ഇല്ല. കക്കാളി ഇതിൽക്കല്ല. കക്കാളി ഇതിൽക്കല്ല.
കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് വേണ്ട പച്ചക്കറികളും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. എന്നാലും കണ്ട കുഞ്ഞാലിമാമനെ ഒന്നും കൂടി കഴുകണമെന്ന്. കഴുകിക്കോട്ടെ. അപ്പൊ നമുക്കിനി മസാല പറ്റാം. നമ്മൾ വറുത്തിട്ടാട്ടോ കറി വെക്കുന്നത്. അപ്പോൾ വറുത്തിട്ട് കറി വെക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പാത്രം എടുത്തിട്ട് വരാം. ഓക്കെ, പാത്രം നമ്മൾ അപ്പുറത്തെ ഇടാം. ഇവിടെയാണ് പാത്രം ഇരിക്കുന്നത്. ഇവിടെ പാത്രം നമ്മൾ ഇനി തപ്പിയെടുക്കണം. നമുക്ക് കിണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിണ്ണത്തിൽ നമുക്ക് മസാല പുരട്ടും. നമ്മളല്ല മാവൻ മസാല പുരട്ടിക്കോളും. മാമ മസാല ബോക്സിൽ മുളക് കുറവായിരിക്കും. മുളകും പൊടി എടുത്തോ? ഒന്നുമില്ല. അപ്പൊ ഉപ്പും മുളകൊക്കെ അതിൽ തന്നെ എടുത്തു. ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇത് വെറും നഷ്ടമാണ് ആ മസാല ബോക്സ്. നീ മറ്റേ ഇതന്നെ എടുത്തു. ഓ, ആ മസാല ബോക്സ് തുമ്മല് പിടിച്ചു മനുഷ്യന്. അതിനെടുത്തോ? അതിലുണ്ടല്ലോ, അതുണ്ട്. ഉപ്പും പൊടി അടിയില്ല. ഞാൻ ഉപ്പും പൊടി ഇട്ടില്ല. മടി പൊടി ഏറ്റവും അടിയില് ചിക്കൻ മസാല കയ്യിലിരിക്കുന്നുണ്ട്. മാമനെ ശല്യം ചെയ്ത് തുടങ്ങിയിട്ട് അപ്പും ഭാവി. മാമനെ ഇളകി മുളകും പൊടി മേലക്ക് ഇട്ടിട്ട് മേലക്കേക്കിട്ടിട്ട്. കുഞ്ഞാരിമാമൻ ഉപ്പിടാൻ മറന്നിരിക്കുന്നു. ഉപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് വെക്കണം കേട്ടാ. ഇന്നലെ അബിയേട്ടൻ ഇതിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ സൂപ്പർ മാർക്കറ്റിൽ. ഉപ്പിടൂ. ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് അതിനൊന്ന് കൈയിട്ടെടുക്കൂ. മിക്സ് ആക്കൂ. ഈ അങ്ങട് കൈയിട്ട് ഇളക്കിക്കോ. അപ്പൊ മാമ ഇത്തിരി തൈര് ഒഴിക്കാൻ പോവുകയാണ്. കുഞ്ഞാരിമാമൻ മോതിരം ഊരി വെച്ചിട്ടാ ചിക്കൻ. കുഞ്ഞാരിമാമന്റെ മോതിരം ഊരി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ചിക്കൻ കൈയിട്ട് ഇളക്കുന്നത്. അപ്പൊ വേഗാക്ക് പണിക്കാരൻ. ഗ്ലൗസ് ഒന്നും വേണ്ട, നമ്മളല്ല തിന്നണത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ഉണ്ടാക്കുക. ഇതാരെടുത്തുണ്ടെങ്കിലും ഞാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ഓക്കെ, മാമ കൈയിട്ട് ഇളക്കട്ടെ. നമുക്കിനി ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെ. ആ റെസ്റ്റ് ചെയ്യണതിന് നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാം അല്ലെ കുഞ്ഞേരിയ. ഓക്കെ, അങ്ങനെ ചെയ്യട്ടെ. അപ്പം ഇതിന്നൊക്കെ ഇത് വേണ്ട, ഇതിന്ന് എടുക്കണ്ടേ? അത് മതി അല്ലേ. മാരിനേറ്റിന് നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാനുള്ളത് മതി. ഓക്കെ, ഇവിടെ റെഡി ആക്കണം. മാമൻ മതിയില്ലേ? ഇനി നമുക്ക് ഫ്രിഡ്ജിലുണ്ടാക്കാം. നമ്മളിത് വറുത്തിട്ടാ കറി വെക്കണേ. അതിന് വേണ്ടിയിട്ടാണ് മാമൻ മസാല പറ്റേസിൽ നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, നല്ല എരിവുണ്ട്. അടിപൊളി. ഇന്ന് വറുത്ത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയായിരിക്കും. അപ്പം മാമൻ അത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. നമ്മുടെ വീടിന്റെ കോലം നോക്കിയേ. ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ടീം വന്ന കാരണം എൻ്റെ ഫ്രിഡ്ജ് നിങ്ങൾ നോക്കണ്ട. ഇത് മാമന്റെ ബ്ലൂട്ടാത്തായി ഒന്നും ആയിരിക്കുന്നത്. ഇതടയോ? ഓക്കെ, അടഞ്ഞു. അങ്ങനെ നമ്മള് നോക്കിയേ മൺചട്ടിയിലാട്ടാ നമ്മുടെ ചിക്കനെ വറുത്തിട്ട് കറി വെക്കണേ. നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു അരമണിക്കൂറുകളായിട്ടുണ്ടോ. 10 മിനിറ്റ് വെക്കേണ്ടതായിരുന്നു. കുഞ്ഞാലിമാമന് കടയിലേക്ക് പോകാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തുണികളൊക്കെ എടുത്തിടാനുണ്ടായിരുന്നു. മഴയല്ലായിരുന്നത്. അപ്പോ കുറച്ചധികം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് കുഞ്ഞാലിമാമനി ഗ്യാസ് ഒക്കെ കത്തിച്ച് ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ നോക്കാം. അങ്ങനെ കുഞ്ഞാലിമാമന്റെ തീ കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇന്ന് കുഞ്ഞാലിമാമന്റെ ചിക്കൻ കൂട്ടി കഴിച്ചിട്ട് എന്താവും അവസ്ഥ? അടിപൊളിയായിരിക്കും അല്ലെ. സ്പൂണൊക്കെ എടുക്കാം. നിനക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുത്തോ. മരത്തിന്റെ സ്റ്റീലോ എന്ത് വേണമെങ്കിലും എടുത്തോ. അപ്പോ കുഞ്ഞാരിമാമൻ ഷെഫ്, മാസ്റ്റർ ഷെഫ്, ജൂനിയർ ഷെഫ് എന്നൊക്കെ പറയാല്ലേ കുഞ്ഞാരി. തലമുട്ടുവോ? ആ ചിമ്മിണി ഓണാക്കിട്ടോ. ചിമ്മിണി ഓണാക്കിട്ടിട്ടില്ലെങ്കിലേ ഓണാക്കിക്കോ. അതല്ല മറ്റേ സ്വിച്ചുമല ഏതേലും മറ്റേ ഇതുമല് ഫാനുമലക്ക് ചിമ്മിണി ഓണാക്കിയിട്ടില്ലെങ്കിലേ എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെ പെരടകത്ത് ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഓപ്പൺ കിച്ചൺ ആയതിന്റെ ഒരു വലിയ ദുരന്തമാണത്. നമുക്കിനി ഇതിൽ പച്ച വെളിച്ചെണ്ണല്ലേ നമ്മൾ ഇതിൽ ഉപയോഗിക്കണേ. അപ്പൊ വെളിച്ചെണ്ണ ഇട്ടിട്ട് മാമന്റെ ചിക്കൻ ഇപ്പൊ നമ്മള് ചട്ടി ചൂടുണ്ടായിരുന്നു. ഇത് നോക്കിയാ എന്റെ ചട്ടി അന്ന് എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാ.
അപ്പൊ ചട്ടി ചൂടാവണായിട്ട് മുന്നേ വെളിച്ചെണ്ണ വെച്ചോ, അല്ലെങ്കിൽ എന്റെ മറ്റേ കറുത്ത ചട്ടിയിൽ പറഞ്ഞൊരു കഷ്ണം പൊട്ടിപ്പോയി. വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ ചട്ടി പൊട്ടും. അപ്പൊ നമ്മള് പച്ച വെളിച്ചെണ്ണയിലായിട്ടാ ഉണ്ടാക്കണേ, അതിലെന്നെ ടേസ്റ്റ് ഉണ്ടാവും അല്ല കുഞ്ഞാരിയ? നീ എന്തിനാ ഓഫ് ചെയ്തു? അത് അവനെ ഓഫ് ചെയ്തു. തുണിയൊന്നും വേണ്ട. അപ്പൊ അതില് വെള്ളം കൂടിയ കാരണം കുഞ്ഞാരിമാമൻ ചട്ടി ചൂടായ ചട്ടിയായിരുന്നു, കണ്ടില്ലേ? ഒയ്യോ, ചൂടായ ചട്ടിയായിരുന്നു, അതിൽ വെള്ളം കുടഞ്ഞിട്ടുണ്ട് പോയിട്ട്. ചൂട് ഇപ്പൊ വലിയ ചൂടില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി റെഡി ആക്കട്ടെ. ഓക്കെ, നമ്മുടെ ചിമ്മിണിക്ക് ഒരു വൃത്തികെട്ട ഒരു ശബ്ദമുണ്ട്. വൃത്തികെട്ട ശബ്ദമല്ല, ചിമ്മിണി ഓൺ ആവുന്നതിന്റെ ഒരു ശബ്ദം. അതിനൊക്കെ ചിക്കൻ അതാ ചട്ടിയിലിട്ടിരിക്കുന്നു. വറ്റൽ മുളക് അടുക്കാണോ? ആദ്യക്ക് കുറച്ച് പെരിഞ്ചീരകം. നമ്മുടെ ചട്ടിയില് ചൂടായി, പൊട്ടിത്തെറിക്കണ്ടട്ടാ. പെരിഞ്ചീരകം ഇട്ടു. ചൂടായി കഴിഞ്ഞാൽ വറ്റൽ മുളക് ഇട്ടു. ഞാനാ കമ്മിട്ടോ. ഓക്കെ, നന്നായി പാടണം കേട്ടപ്പം. ഇനി പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളക് എന്തൊരു ഡെഡിക്കേഷൻ കുഞ്ഞാരിമാമൻ ചിക്കൻ കറി വെക്കുന്നതിലുള്ള ഡെഡിക്കേഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ട? പച്ചമുളക് പാടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ മാമൻ്റെ ഇതിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. മാമൻ തല പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിമ്മിണി ആകാശത്തിലോട്ട് പോകും. കറക്റ്റ് മാമന് ഹൈറ്റ് കൂടി. നമ്മുടെ ചിമ്മിണി എൻ്റെ ഹൈറ്റിന്, അതിന് ചിമ്മിണി എൻ്റെ ഹൈറ്റിനാണ് വെച്ചിട്ടുള്ളത്. കാരണം കട എനിക്ക് അത്ര ഹൈറ്റില്ല. അത് അപ്പുറത്ത് നമുക്ക് ചിക്കൻ വറുക്കാൻ വെക്കാം. നമുക്കല്ല, നീ വറുത്തോളും. കുഞ്ഞാരിമാമൻ വറുത്തുകൊള്ളും. കുഞ്ഞാരിമാമൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. ഓക്കെ, ഡൺ. ഡൺ. അയ്യോ, ഇതൊക്കെ നോക്ക്. അടുക്കള ആകെ കച്ചറായിരിക്കും. കുഞ്ഞാരിമാമൻ ചിക്കൻ വറുക്കാൻ വേണ്ടി പോണു. ഈ വടിയിലേ അതിനെടുത്തോ, മറ്റേത് ഇതിനെടുത്തോ. ചിക്കൻ കൈ കൊണ്ട് വെക്കാം. ചിക്കൻ മറച്ചിടാനോ? കൈ കൊണ്ട് തന്നെ മറച്ചിടാൻ പോവാ. ചിക്കൻ ഫ്രിഡ്ജിൽ. അപ്പൊ നമ്മുടെ ചിക്കൻ 1/2 മണിക്കൂറല്ല, ഇതിന് മേലെ ആയിട്ടുണ്ട് കേട്ടാ. ചിക്കൻ പോയി എടുത്തോ. അപ്പൊ മാമൻ പോയിട്ട് ചിക്കൻ എടുത്തിട്ട് വരട്ടേട്ടാ. ചിക്കൻ ഐസായിട്ടുണ്ടാവോ? നമ്മളത് തീ കുറച്ചിട്ടിട്ടുണ്ടെന്നേ. അയ്യോ, AC കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ മാമൻ കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ട് നല്ല നല്ല തറവായിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിനൊന്ന് നോക്കിക്കോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നടിക്കലത്തേല് വെക്കായിരുന്നു. നടിക്കലത്തേല് ഞാൻ പാല് തിളപ്പിച്ചപ്പോ പാല് പോയി. ആളെ വിളിച്ചിട്ട് വന്നിട്ടില്ല. ആളിപ്പോ വരും, നാളെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതേ ചട്ടി കരിഞ്ഞു തുടങ്ങി. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കണം. വലിയ പാത്ര.
ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി വെക്കാം. ഇല്ല തീ കുറച്ചിരിക്കാം. തീ കുറച്ചാലും ഇതില് ചിലപ്പോ ചട്ടി കരിയും. ഇത്ര മതിയില്ലേ? കൊള്ളൂല്ലേ? 2 ട്രിപ്പായിട്ട് വറക്കാം. 2 ട്രിപ്പും കൊള്ളൂല്ലേ? ഇടയിലേക്കൊക്കെ ഇങ്ങനെ കുത്തി കയറ്റിട്ട് വെച്ചോ. അതിപ്പോ ചുരുങ്ങൂത്. ഉള്ളിലേക്കൊക്കെ വെച്ചോ. ഇതിപ്പോ 2 ട്രിപ്പായിട്ട് വറക്കാണ്ടാവുള്ളൂ. ഇവിടെ കുറച്ചും കൂടി തള്ളി വെച്ചോ. അവരൊക്കെ തള്ളി വെച്ചോ. ഒന്ന് ശാല ഫ്രൈ ആയേ പോരെ? ഡീപ് ഫ്രൈ ആവണ്ടല്ലോ, ശാല ഫ്രൈ പോരെ? ഇതിന്റെ ഇടയിലൊക്കെ വെക്കാന്നേ. തക്കാളി പോരാന്നിട്ടെ, മാമന് തക്കാളി ഇത്തിരി കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തക്കാളിയും കൂടി കൊടുത്തു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നേരത്തെ ഞാനും പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് വെച്ച് തിന്നു. ആണ് യോ 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 യോ. ഈ വറക്കണേ ഇത്തിരി നേരം നോക്കിക്കോ. ഞാനും കൂടെ നോക്കിയാ നോക്കി ഇങ്ങോട്ട് നോക്കിയാ നോക്ക് നോക്ക്. വളരെ കുറച്ച് മസാല മാത്രം ഇട്ട് കൊടുക്കുക. അതിന് കുഞ്ഞാരിമാമന്റെ മസാലകളൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടില്ലേ, കുഞ്ഞാരിമാമൻ മസാലകൾ എടുക്കുന്നു. ചിക്കൻ മസാല എടുക്കണം. കുഞ്ഞാരിമാമൻ ആകെ വേർത്തു. അടുക്കളപ്പണി അൽച്ചാനും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോളൂ കേട്ടോ. അടുക്കളപ്പണി ആ വാസന അൽച്ചാനില്ല. ഒരു കഷ്ണം എനിക്ക് തരുമോ? അപ്പൊ ഇനി ഞാനാണ് ഇത് കുത്തിയിളക്കാൻ പോകുന്ന ആള്. കുഞ്ഞാരിമാമന്റെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അയ്യോ അപ്പൊ തന്നെ കുറച്ച് പോയാനത് മതിയേ, അധികം മൊരിയണ്ടല്ലോ. വെന്തുതേ അതിന്റെ പപ്പൊന്നൂലൊക്കെ പോന്നും വിടും. മതി. അപ്പൊ ഞാനൊരു പാത്രം എടുത്തിട്ട് വരേന്. ഇത് ഞാൻ ഇതിരിക്കും ഇട്ടെ. അവസാനമാണ് തക്കാളി ഇടുന്നത്. ആദ്യത്തെ കഴിഞ്ഞാൽ മസാല മുക്കില് തക്കാളി എപ്പോഴും ഒരു വെള്ളം ഉണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങിയിട്ട് മസാല അതിൽ മുക്കില്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇടാറ്. ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടില്ലേ, ടേസ്റ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തക്കാളി ഏറ്റവും അത് വേവിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ബാലൻസ് നമുക്ക് ഇതിലേക്ക് ഇടാം അല്ലേ? കുറച്ചിടാം. അപ്പൊ അത് വേണ്ട, അത് നമ്മൾ തൂര കളയും. അത് കുഞ്ഞാരിമാമൻ കളഞ്ഞു കേട്ടാ.
ഞാനെന്ന് വെച്ചാൽ അതൊക്കെ പറക്കിടും. ടേസ്റ്റ് അങ്ങോട്ട് കൂട്ടട്ടെ. അയ്യോ ഇവിടെ കരിയും. ഞാൻ അതിൽ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓയിലല്ല, നമ്മുടെ വെളിച്ചെണ്ണ. പറഞ്ഞപ്പോൾ അങ്ങനെ ആയതാണ്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ചിക്കൻ കേട്ടോ. കുഞ്ഞാരിമാമ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? തക്കാളി നമ്മൾ ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിടാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പണി കഴിയുമല്ലോ. പക്ഷേ തക്കാളി ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളമുള്ള ഇതല്ലേ, തക്കാളി വെള്ളമുള്ളതല്ലേ. അപ്പോൾ ആ തക്കാളി മസാല ശരിക്കും റെഡി ആവില്ലാന്ന്. അവനോട്ടോ അത് അടുത്ത ട്രിപ്പ് ഇടുന്നു മാമൻ. അയ്യോ മേത്ത് പോയനപ്പോൾ തന്നെ അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഇതിനൊരു കഷ്ണം മുക്കി. അടിപൊളി അടിപൊളി അടിപൊളി. ഇളക്കി കൊടുക്കാനാ? ഓ നോക്കിയേ, കുഞ്ഞാരിമാമന്റെ മസാല കൂടെ അടിപൊളിയായിട്ടാ. ഞാനുണ്ടാക്കുമ്പോ ഒരു മാതിരി ഇങ്ങടൊക്കെ പോലെയാണ്. മാമ ചിക്കൻ വറുത്താൻ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അത് ഇളക്കി കൊടുക്കട്ടെ. നല്ല ചൂടുണ്ട്, എന്നാലും സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ അത് പോയി, നിലത്ത് പോയി. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ നേരത്തെ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇതിൽ ഇപ്പോഴാണ് കുഞ്ഞാരിമാമൻ വെള്ളം ഒഴിച്ച് ബാലൻസ് കുറച്ച് നമുക്ക് വെള്ളം വേണം. ഒരു ചെറിയൊരു ഗ്രേവി വേണ്ട. ഇന്ന് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം എന്ത് ചെയ്തെന്നറിയോ? നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് കാണിക്കാൻ മറന്നു പോയിട്ട് അത് കാരണമാണ്. അപ്പോഴില്ലേ അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? ഇപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം അതിൽ കുറച്ച് കണ്ട നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ടാക്കിയ ഇതില്ലേ, അതിനെന്താ പറയാ, മിക്സിയുടെ ജാറ്, അതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിക്കണ്ട. അതിന് പകരം നോക്കി നമ്മൾ ഇതാക്കി. അതിന്റെ ഇടയിൽ ചിക്കന്റെ മണ്ണടിച്ചിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് രണ്ടാൾക്കും ഒരേ കഷ്ണം കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നോക്കിയേ, നമ്മള് വെള്ളം കൂടി ഒഴിച്ചു വന്നപ്പോ നല്ല കുറുക്ക് ഗ്രേവി ആയിട്ടാ. നോക്കി അടിപൊളിയായിട്ടുണ്ട്, നൈസ് ഗ്രേവി. കുഞ്ഞാരിമാമ മറ്റേ ചിക്കൻ മൂടി വെച്ചു. ഞാനേ ചിക്കൻ ബാലൻസ് വരുന്ന വെച്ചിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചിക്കൻ വറുത്ത കാരണം ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങി കഴിക്കാൻ. അതിന്റെ ഇടയിൽ ഞാനും വെറുതെ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഉപ്പ് നോക്ക്, ഉപ്പുണ്ടാ? ഉപ്പ് കുറവാ. അപ്പൊ ഉപ്പിട്ടോ. ഈ എടുത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ കയറ്റിച്ചോളാം. ഓ അടിപൊളി, നല്ല ഗ്രേവി ആയി, സൂപ്പർ. വറ്റൽ മുളകൊക്കെ വന്നപ്പോ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ മസാല നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കനും കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് കുഞ്ഞാരിമാമൻ കുറച്ച് ചോറ് തിന്നും. അപ്പൊ ഒരു ഉരുള നമുക്ക് മേടിക്കാം. ഓക്കെ. കറിവേപ്പിൻ്റെ ഇല കൂടുതൽ ഇട്ടോടാ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഇടാം കറിവേപ്പിൻ്റെ ഇല, നമുക്ക് ലാസ്റ്റ് ഇടാം. ലാസ്റ്റ് ഇടാന്ന് പറഞ്ഞാൽ ഉപ്പിട്ടല്ലോ. ലാസ്റ്റ് ഇടാൻ വേണ്ടിട്ടാ. നമ്മുടെ ഇതിലത്തെ ചിക്കൻ വറുത്ത് കൂടി ഇതിലത്തെ ചിക്കനും കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇടാം. അധികം വറക്കണ്ട, നമുക്കൊരു ശാല ഫ്രൈ ആയി മതിട്ടാ. അപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞു സംഭവം. ഞാനും പിള്ളേരും കൂടി കഴിച്ചു കഴിക്കാറായി. അടിപൊളി ടേസ്റ്റ്. അടിപൊളി. അടക്കും കിടന്നു ചിരിക്കടാ. മതിയാ? കഴിഞ്ഞാ? ഇതിപ്പോ എങ്ങാനും കഴിയോ? അധികം വേണ്ട, ഷാലോ ഫ്രൈ അല്ലേ വേണ്ടുള്ളൂ. ഇനി ഇതിൽ നിന്നിട്ട് വെന്തോളൂ.
അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുഞ്ഞാലിമാമൻ ആ ചിക്കൻ എടുത്തിട്ട് ഈ 2 ചിക്കനുകളും എടുത്തിട്ട് നമ്മളെ ഗ്രേവിയിലേക്ക് തട്ടാം. ഓക്കെ അല്ലേ കുഞ്ഞാലിമാമൻ? റെഡി അല്ലേ? കറി റെഡി? കറി റെഡി. അങ്ങനെ നമ്മുടെ മാമൻ ദേ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിന്റെ കുറച്ച് ചോറും കൂടി കൂടെ അടിക്കണം അല്ലേ ഇനി? എന്ത് ഭംഗിയ, നല്ല സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളി. ഞാൻ ഉണ്ടാക്കേണ്ടതൊന്നല്ല അല്ലേ, ഞാൻ ഉണ്ടാക്കേണ്ടതൊന്നല്ല. ഇതാണ് കറി, അടിപൊളി. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കറി വെച്ച് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതറിയില്ല. കറിവേപ്പിൻ്റെ സൂപ്പർ സ്മെൽ. ഓക്കെ ഇല്ലേ? ചെറുതായി ഒന്ന് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെട്ടിനാടനല്ല, തൃത്തല്ലൂർ ചിക്കൻ, ഏഴാങ്കല്ലി ചിക്കൻ, അങ്ങനെ നമുക്ക് പുതിയ പേരിടല്ലേ. അടിപൊളി അടിപൊളി. ചെട്ടിനാട് ഇതുപോലെ തന്നെ ഇങ്ങനെ സെയിം ആണ് വെക്കുക. ചെട്ടിനാടില് ഗരം മസാല എടുക്കും, അതാണ് നമ്മൾ ഗരം മസാല ഇട്ടിട്ടില്ല. കുറച്ച് കുരുമുളക് പൊടി, ലാസ്റ്റ് മുളക് ഇട്ട് കഴിഞ്ഞാൽ കുരുമുളക് പൊടി അതിലുണ്ട്. അപ്പോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. ഇനി ഞങ്ങൾ ചോറ് തിന്നാൻ പോണ് അല്ലേ കുഞ്ഞാരു? ഓ ആ കുരുമുളകിന്റെ മണം, ഞാൻ വീട്ടിൽ തന്നെ പഠിപ്പിച്ച മുളകത്. കുരുമുളക കടയിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിൽ മേടിച്ചത്. ഞങ്ങളിവിടെ മുളകിന്റെ തൈ ഇത് മേടിച്ചത്, കുരുമുളകിന്റെ തൈ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ അടുത്ത പ്രാവശ്യം നോക്കി, അടുത്ത വർഷത്തിന് ഞങ്ങൾ ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ ഞങ്ങൾ ഉണക്കിയിട്ട് ഞങ്ങൾ പൊടിച്ച് കൂട്ടാനിടും. അപ്പൊ അടിപൊളി, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ല്, അടിപൊളി സ്മെല്ല്. കല്യാണ തലേ ദിവസത്തിലല്ലേ? നല്ല സ്മെല്ല് വരുന്നുണ്ട്. പെരിഞ്ചീരകത്തിന്റെ ഒരു മണം. അപ്പൊ പിന്നെ നമുക്കിനി ഭക്ഷണം കഴിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊന്നും പറ്റിക്കണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാം. പറ്റണമെന്നില്ല കേട്ടാ, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആയിട്ട്. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതേ ഞാൻ ചോറും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്യണ്ടേ, നിങ്ങളെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് കാണിക്കണ്ടേ നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ കറി ഉണ്ടാക്കിയ ആൾ തന്നെ, അത് കുഴപ്പമില്ല, കറി ഉണ്ടാക്കിയ ആള് തന്നെ കറി ടേസ്റ്റ് ചെയ്യട്ടെ, ചോറും കൂട്ടി ടേസ്റ്റ് ചെയ്യട്ടെ. കിട്ടുന്നില്ല, നമുക്ക് ഗ്രേവി ഒഴിക്കാം. ഞാൻ ആ മറ്റേ പാത്രം എടുത്തിട്ട് വരാം കേട്ടാ. ഇതില് ഇതുകൊണ്ട് മുക്കി കഴിക്കാൻ പറ്റില്ല, മതില്ലേ? അടിപൊളി അടിപൊളി. ടേസ്റ്റ് ചെയ്യൂ. നല്ല ചൂടുണ്ട് അല്ലേ? നീ ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ഉരുള എനിക്ക് തരൂ. വെച്ചാള് ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഒരു ഉരുള എനിക്കിതായി വായ. കുഞ്ഞാലിമാമനോട് കയ്യിൽ തരാൻ പറഞ്ഞതാ, കുഞ്ഞാലിമാമൻ വായിൽ വെച്ചിട്ടാണ്. ചൂടുണ്ടാ? അടിപൊളി അടിപൊളി, സൂപ്പർ. സൂപ്പർ സൂപ്പർ. മാമ വെച്ച ചിക്കൻ കറി കൂട്ടിയിട്ട് അപ്പുനും മാമയ്ക്കും ഒരു ഉരുള തരും.
സൂപ്പറാ സൂപ്പറാ മാമനോട് പറയും സൂപ്പറാണ്. മാമ സൂപ്പർ സൂപ്പർ. സൂപ്പർ സൂപ്പർ അടിപൊളി കുഞ്ഞാരുമാമ അടിപൊളി അടിപൊളി. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വൈകിട്ടത്തെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് മാമ വെച്ചിട്ടുണ്ട് കേട്ടാ. അബിയേട്ടൻ കിടന്ന് ഉറങ്ങണ്, അല്ലെങ്കിൽ അബിയേട്ടനും കുഞ്ഞാരുമാമന്റെ വക ഒരു ഉരുള കിട്ടിയനെ. ഇനി ഞങ്ങൾ നൈറ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അപ്പൊ ആ വീഡിയോ ഒന്നും വരുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞാരുമാമൻ എവിടെ നമ്മുടെ ഷെഫ് ഇതേ ചോറ് തിന്നണു. അപ്പൊ കുഞ്ഞാരുമാമന്റെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇനി കുഞ്ഞാരുമാമൻ ചിക്കൻ കറി അല്ലാണ്ട് വേറെ എന്ത് കറി വെക്കണേന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോട്ടാ. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ട് കുഞ്ഞാരുമാമ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെഫാട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ ടാറ്റാ. ടാറ്റ പറയൂടൂ. അവിടെ ഏതൊരു ചെറിയൊരു ഒച്ച, എവിടെ ഒരു ചെറിയ ഒച്ച? ചെറിയ ഒച്ച. അപ്പൊ ടാറ്റ ബൈ ബൈ ടാറ്റ ബൈ ബൈ ടാറ്റ. ടാറ്റ ടാറ്റ.